രാജ്യത്തിന് ദിശാബോധം നൽകിയ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലി. ഉദാരവൽക്കരണ നയങ്ങളിലൂടെ സാമ്പത്തിക രംഗത്തിന് പുതിയ ജീവൻ നൽകിയ പ്രഗത്ഭനായ ധനകാര്യ വിദഗ്ധൻ കൂടിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ വസതിയിൽ എത്തിയിരുന്നു. അന്ത്യകർമ്മങ്ങൾ നാളെ രാജ്ഘട്ടിന് സമീപത്താണ് നടക്കുക. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം AICC ആസ്ഥാനത്തേക്ക് പൊതുദർശനത്തിനായി എത്തിക്കുകയും ചെയ്യും. മനു ഭരത്താണ് ചേരുന്നത്. മനു, സംസ്കാര ചടങ്ങുകളെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ക്യാബിനറ്റ് ചേർന്നിരുന്നു. ഇപ്പോൾ മൃതദേഹം എവിടെയാണുള്ളത്? എപ്പോഴാണ് പൊതുദർശനം, AICC ആസ്ഥാനത്തെ പൊതുദർശനം ആരംഭിക്കുക? അഭിലാഷ്, നാളെ രാവിലെ 9:30 AICC ആസ്ഥാനത്ത് പൊതുദർശനം ആരംഭിക്കും. അവിടുത്തെ പൊതുദർശനം പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഔദ്യോഗികമായുള്ള ഔപചാരിക ബഹുമതികളോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. 21 ആചാര വെടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും എന്നതും വ്യക്തമാണ്. മൃതദേഹം ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക പുതപ്പിച്ചുകൊണ്ട് ഔദ്യോഗിക ബഹുമതികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ക്യാബിനറ്റ് ചേർന്നു. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെല്ലാം അനുസ്മരിച്ചുകൊണ്ട് അഗാധമായ ദുഃഖം ഇന്ന് ചേർന്ന ക്യാബിനറ്റ് മന്ത്രിസഭാ യോഗം ഈ മൻമോഹൻ സിംഗിൻ്റെ വിയോഗത്തിൽ രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. സ്വാഭാവികമായും രാജ്യം 7 ദിവസം തുടർച്ചയായ ദുഃഖാചരണത്തിലാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട പല പരിപാടികളും കോൺഗ്രസ് കഴിഞ്ഞ ദിവസം റദ്ദ് ചെയ്തിരുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു വർക്കിംഗ് കമ്മിറ്റി ഇന്ന് വൈകുന്നേരം ചേരും. ഈ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കുന്നതിനും അതുപോലെ അവരുടെ ദുഃഖം പങ്കുവയ്ക്കുന്നതിനും ആയുള്ള ഒരു യോഗം വൈകുന്നേരം ചേരും എന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ നേരത്തെ നടന്നിരുന്ന ബലഗാവിയിൽ നടന്നിരുന്ന CWC പ്രത്യേക യോഗം അത് റദ്ദാക്കി. അവിടെ ഇന്ന് നടക്കേണ്ടിയിരുന്ന ജയ് ഭീം, ജയ് ബാപ്പു ജയ് സംവിധാൻ റാലിയൊക്കെ മാറ്റിവെക്കുകയും ചെയ്തു. അങ്ങനെ മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് രാജ്യം മൻമോഹൻ സിംഗിൻ്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു. നാളെ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയുള്ള സംസ്കാര ചടങ്ങുകൾ നടക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രിയും ഒക്കെ ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാർ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, അതുപോലെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, അങ്ങനെ നമ്മുടെ രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാ പ്രമുഖരും അവിടെ എത്തുകയും മൻമോഹൻ സിംഗിന് അന്ത്യോപചാരം അർപ്പിക്കാൻ ആയി അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് വരികയും ചെയ്തു. സ്വാഭാവികമായും രാജ്യത്തിനൊരു വലിയ ദീർഘവീക്ഷണമുള്ളൊരു പ്രതിഭാശാലിയാണ് നഷ്ടമായത് എന്ന പ്രയോഗം തന്നെയാണ് മിക്ക ആളുകളിൽ നിന്നും ഉണ്ടായത്. പ്രധാനമന്ത്രി ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചത്, വളരെ താഴെത്തട്ടിൽ നിന്നും ഔന്നത്യങ്ങളിലേക്ക് കഠിനാധ്വാനം കൊണ്ട് കയറാൻ കഴിഞ്ഞ മൻമോഹൻ സിംഗ് രാജ്യത്തിൻ്റെ പുതിയ തലമുറയ്ക്കൊരു മാതൃകയാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എല്ലാ കാലത്തും രാജ്യം ഓർക്കും എന്ന് ദ്രൗപദി മുർമുവും പറയുന്നു. പ്രിയങ്ക ഗാന്ധിയാകട്ടെ ആത്മാർത്ഥതയുടെയും വിശ്വസ്തതയുടെയും ഒക്കെ പ്രതീകമായിരുന്ന മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും ഒരു ഊർജം പകരുന്ന, എല്ലാവർക്കും പുതിയ ആവേശം പകരുന്ന ഒരു നീക്കമായിരിക്കും എന്ന് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം വരാനിരിക്കുന്ന തലമുറയ്ക്ക് മുന്നിൽ എപ്പോഴും തല ഉയർത്തി നിൽക്കും എന്നും എല്ലാ കാലത്തും തല ഉയർത്തി നിൽക്കും എന്ന് പ്രിയങ്ക എക്സിൽ കുറിക്കുന്നു. അങ്ങനെ രാജ്യമെമ്പാടുമുള്ള വിവിധ രാഷ്ട്രീയ ചേരികൾക്ക് അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെയുള്ള ആളുകൾ ഒരേപോലെ മൻമോഹൻ സിംഗ് എന്ന സാമ്പത്തിക വിദഗ്ധനെ, മൻമോഹൻ സിംഗ് എന്ന ധനകാര്യ മേഖലയിൽ തൻ്റെ പ്രാഗൽഭ്യം എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ, കാലത്തിന് മുൻപേ കാര്യങ്ങൾ കണ്ടെത്തിയ ഒരു ദീർഘവീക്ഷണമുള്ള, ദീർഘദൃഷ്ടിയുള്ള ഒരു പ്രതിഭാശാലി എന്ന നിലയിൽ അദ്ദേഹത്തെ ഓർക്കുകയാണ്. തീർച്ചയായും രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി, ലോകമറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധൻ വിടവാങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുകയാണ് രാജ്യം.